കഴിഞ്ഞ മാസം RBI പ്രഖ്യാപനമുണ്ടായിരുന്നു നമുക്ക് RW അസറ്റ്സ് മൂലം. RW നമ്മൾ കവർ ചെയ്തിരുന്നു. അത്തരം ഒരു ന്യൂസ് കാരണം നല്ല ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു NBFCസും ബാങ്കിങ് സൂചികളും കാഴ്ചവെച്ചത്. ഇത്തരം ഒരു ലംഘനം കാരണം തന്നെയാണ് നമുക്ക് ഇത്തരം ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചത്. അതെ, ഇത്തരം ഒരു വാർത്ത RBI പിന്നെയും നമുക്ക് ഈ ഒരു ക്രിസ്മസ് അടുക്കുമ്പോൾ പിന്നെയും കൊണ്ടുവന്നിരിക്കുന്നു. അടുത്ത NBFCക്ക് പണിയുമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് AIFന്റെ ഒരു ലംഘനമാണ് വന്നിരിക്കുന്നത്. ഇത്തരം ഒരു കാര്യം തന്നെയാണ്, ഇത്തരം ഒരു ന്യൂസ് ഇന്നാണ് നമുക്ക് ഇത്തരം ന്യൂസ് വന്നതിന് ശേഷം നല്ലൊരു വൊളാറ്റിലിറ്റി തന്നെയാണ് ബാങ്കിങ് സൂചികകൾക്കും നമുക്ക് NBFCസും കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് AIF എന്താണ്, ഇത്തരം ന്യൂസ് എങ്ങനെയാണ് മാർക്കറ്റിനെ പ്രഭാവിക്കാൻ പോകുന്നത്, ആ ന്യൂസ് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ AIF റൂട്ട് ത്രൂ നമുക്ക് ഇത്തരം ഒരു ബാങ്കിങ് മേഖലകൾ ഈ ഡീഫോൾട്ട് ചെയ്യാൻ പോകുന്ന കമ്പനി, പാപ്പരാകാൻ പോകുന്ന കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ഈ തടയുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം ഒരു കാര്യത്തിനെയാണ് നമുക്ക് ലോണുകളിനെ എവർഗ്രീൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു ബാങ്കുകൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലോണുകൾ കൊടുക്കുന്നതിന് തടസ്സമായിട്ടാണ് RBI വരുന്നത്. അപ്പൊ എത്രമാണ് ഈ ബാങ്കുകൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലോണുകൾ കൊടുക്കുന്ന കാര്യം കൂടി നോക്കാം. RBI ഇൻവെസ്റ്റ് ചെയ്യുന്നു AIFൽ, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ. ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് പിന്നീട് അത്തരം ഒരു ഫണ്ട് മറിച്ച് നമുക്ക് ഇത്തരം ഒരു ഡീഫോൾട്ട് ചെയ്യാൻ പോകുന്ന കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനാൽ തന്നെ ഈ ലോണുകൾ സ്ട്രെസ്ഫുൾ ആയി മാറുന്നത്. അതിനാൽ തന്നെ ഡീഫോൾട്ട് ചാൻസ് കൂടുമ്പോൾ ഇനിയും അവരുടെ ഫിനാൻഷ്യൽസ് ഡൗൺഗ്രേഡ് ചെയ്യുകയാണ്. ഇതൊരു ശരിക്കും ഇൻഡയറക്റ്റ് ആയിട്ടൊരു മാൽ പ്രാക്ടീസ് തന്നെയാണ്. ഇത് തടയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇത്തരം ഒരു RBI ഒരു പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു നമുക്ക് ഇനി തിരിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസിലോട്ട് വരികയാണെങ്കിൽ RBI പറയുന്നത് ഇത്തരം ഒരു കാര്യം നമ്മൾ ഇനി ഇവിടുന്ന് മുതൽ ഈ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ട് നമുക്കിനി റെഗുലേറ്റഡ് എൻറ്റിറ്റീസിന് തടസ്സം വരുത്തുന്നു. ഇനി അവർക്ക് ഈ AIF റൂട്ട് ത്രൂ ഡീഫോൾട്ട് കമ്പനീസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും RBI രേഖപ്പെടുത്തി. അപ്പോൾ ഇനി മുതൽ ആർക്കും ഈ AIF റൂട്ട് ത്രൂ റെഗുലേറ്റഡ് എൻറ്റിറ്റീസിന് നമുക്ക് ഡീഫോൾട്ട് കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കമ്പനീസിന് ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ അവരുടെ നിക്ഷേപം സെൽ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യണമെന്ന് RBI കർശനത്തോടെ പറഞ്ഞു. അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് എത്രയാണോ നമ്മൾ ലോൺ കൊടുത്തത് അത്രയും നമ്മൾക്ക് ഈ ഒരു 100% പ്രൊവിഷനിങ് വെക്കണമെന്നും RBI രേഖപ്പെടുത്തി. അതെ, ഇതാണ് നമ്മൾക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നടക്കുന്ന പുതിയ സിനാരിയോ. അപ്പോൾ നമ്മൾക്ക് ഇത്തരം ഒരു പുതിയ നിയമം വന്നതിന് ശേഷം നമ്മൾ നോക്കേണ്ട കാര്യം മാർക്കറ്റ് ഇമ്പാക്ട് എത്രയാണ്, നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ എത്രത്തോളം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് തിരിച്ച് അനലിസ്റ്റിന്റെ വ്യൂസിലോട്ട് തിരിച്ചു വരുമ്പോൾ അനലിസ്റ്റുമാർ രേഖപ്പെടുത്തുന്നത് ഇത്തരം ഒരു 20,000 കോടിയാണ് ബാങ്കുകൾ ഓൾറെഡി AIF റൂട്ട് ത്രൂ നമുക്ക് ഇത്തരം ഒരു നിക്ഷേപം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ 20,000 കോടിയാണ് നമുക്ക് അനലിസ്റ്റ് ത്രൂ നമുക്ക് ലഭിച്ചൊരു തുക എമൗണ്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു തുകയാണ് നമുക്ക് ഓൾറെഡി സെൽ ഓഫ് നമുക്ക് നടത്തണമെന്നോ അല്ലെങ്കിൽ 20,000 കോടിക്ക് തക്കമായിട്ടുള്ള നമുക്ക് 20,000 കോടി നമ്മൾ പ്രൊവിഷനിങ് ചെയ്യണം എന്നാണ് RBI പറയുന്നത്. അപ്പൊ നല്ലൊരു ലിക്വിഡേഷൻ സാധ്യതയാണ് നമുക്ക് NBFCസിലും നമുക്ക് ബാങ്കിങ് സൂചികളിലും നമുക്കിനി കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത്തരം ഒരു വാർത്ത ലേറ്റസ്റ്റ് വാർത്ത തന്നെയാണ്. അപ്പോൾ ഓൾറെഡി എല്ലാ ബാങ്കിങ് സൂചികളും NBFCസും ഇനി നമുക്ക് അനലൈസിങ് സിറ്റുവേഷനിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് 3 സൂചികൾ, നമുക്ക് 3 വിപണികളെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. 2 വിപണികൾ ഓൾറെഡി പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നതും ഒരു വിപണിയാണെങ്കിൽ നമുക്ക് ബൈ റേറ്റിംഗ് കിട്ടിയ ഓഹരിനെ പറ്റി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചു വരാൻ നമുക്ക് ആദ്യം തന്നെ ഈ ഏതൊക്കെ വിപണികളാണ് ഇത്തരം ഒരു ന്യൂസ് കാരണം പ്രശ്നം കിട്ടിയത്, ഇനി ഇടിയാനുള്ള സാധ്യത രേഖപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. ജെഫ്രീസിന്റെ റിപ്പോർട്ട്സിലോട്ട് തിരിച്ചു വരാം. ജെഫ്രീസിന്റെ റിപ്പോർട്ട്സ് പറയുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ പിരമളിന്റെയും IIFലിന്റെയും നമുക്ക് ഓഹരികൾക്ക് നമുക്ക് ഇടിവ് കാണാൻ സാധ്യത. ഇത്തരം ഒരു നല്ലൊരു എക്സ്പോഷർ കൊടുത്തിരിക്കുന്നത് ഈ 2 ഓഹരികളിലാണെന്ന് ജെഫ്രീസ് രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. ഈ പിരമളിന്റെ ഈ ഒരു AIFന്റെ എക്സ്പോഷർ പറയുന്നത് 4,500 കോടിയാണ്. 20,000-ല് 4,500 കോടി പിരമിഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറുവശത്ത് IIFലിന്റെ റിപ്പോർട്ട് പ്രകാരം ജെഫ്രീസിന്റെ IIFലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 1,100 കോടിയോളം അവർക്ക് ഇത്തരം AIFന്റെ എക്സ്പോഷർ ഉണ്ട്. അതായത് അവർക്ക് ഇനി 30 ദിവസത്തിനുള്ളിൽ ഇത്രയും വലിയ തുക ലിക്വിഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം ഒരു കാര്യം വലിയൊരു നെഗറ്റീവ് ഫണ്ടമെന്റൽ സ്റ്റാൻസ് ആണെങ്കിലും ഇത് ഇന്നലെ വന്ന ജെഫ്രീസിന്റെ റിപ്പോർട്ടായിരുന്നു മാർക്കറ്റ് ഹവേഴ്സിന് ശേഷം. പക്ഷെ ലേറ്റസ്റ്റ് ആയി
പറയട്ടെ, നമുക്ക് ഇത്തരം ഒരു പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ IIFLന്റെ ഈ ഒരു കമ്പനിയും കൂടി നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് നൽകുകയുണ്ടായിരുന്നു ജെഫ്രീസിന്റെ റിപ്പോർട്ടിൽ. ഈ എമൗണ്ട് തുക എന്ന് പറയുന്നത് 1100 കോടി അല്ല, പക്ഷെ 161 കോടി മാത്രമാണെന്ന് എക്സ്പോഷർ ഉള്ളൂ എന്ന് നമുക്ക് ഈ IIFLന്റെ ഒരു കമ്പനി രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. അപ്പൊ അതിനാൽ തന്നെ ഒരു വളരെയധികം പോസിറ്റീവ് സെന്റിമെന്റ്സ് തന്നെയാണ് നമുക്ക് IIFLന്റെ ഇത്തരം ഒരു കാര്യം കാണാൻ സാധിക്കുന്നത്. ഇത്തരം ഒരു ലോൺ എക്സ്പോഷർ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്നും IIFL രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. പക്ഷെ ഒരു ബൈ റേറ്റിംഗ് കൊടുക്കുമ്പോൾ അന്യ ഫാക്ടേഴ്സും കൂടി വിലയിരുത്തിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു ഈ ബൈ റേറ്റിംഗും സെൽ റേറ്റിംഗും വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജെഫ്രീസിന്റെ കൂടുതൽ കമന്റും കൂടി വായിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ക്ലാരിറ്റി ഇനിയും നമുക്ക് പിരമൽ ഇൻഡസ്ട്രീസിൽ നമുക്ക് ആവശ്യമുണ്ടെന്നും ജെഫ്രീസ് രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. നമ്മൾ തുടർച്ചയായിട്ട് നോക്കുമ്പോൾ ഇത്തരം ഒരു സൂചിക നമുക്ക് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 10 ഇത്തരം ഒരു വിപണി നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിരമലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 10.8% ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമുക്ക് ഒരു നേട്ടം കൈവരിക്കാൻ സാധ്യത. ടോട്ടൽ ട്രേഡഡ് വോളിയം ആവട്ടെ 5.2 ഇരട്ടിയാണ്. നമുക്ക് ഈ 30 ദിവസത്തിൽ തന്നെ ഒരു 5.5 ഇരട്ടിത്തോളം വോള്യത്തിലാണ് ഇത്തരം ഒരു വിപണി നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തത് ഈ ഒരു മാസം തന്നെ. RSI നമ്മൾ നോക്കുകയാണെങ്കിൽ 43.8 നമുക്ക് കാണാൻ സാധിച്ചത്. 10 അനലിസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് 7 അനലിസ്റ്റ് നമുക്ക് ബൈ റേറ്റിംഗ് നൽകുകയും ഇപ്പോഴൊരു സെൽ റേറ്റിംഗ് വെറും 3 അനലിസ്റ്റുമാർ മാത്രമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു ലേറ്റസ്റ്റ് ന്യൂസ് ആയതിനാൽ തന്നെ നമുക്ക് ഇനിയും നമുക്ക് അനലിസ്റ്റുമാരുടെ വ്യൂസും റേറ്റിംഗ്സും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. IIFLന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 3.7% നമുക്ക് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് ഈ ഒരു ഇടിവ് കാണാൻ സാധിച്ചപ്പോഴാണ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നല്ലൊരു 33% ആണ് നമുക്ക് മുന്നേറ്റം നൽകിയിരിക്കുന്നത്. നോക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ട്രേഡഡ് വോളിയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 1.7 ഇരട്ടിയാണ് നമുക്ക് ഈ 30 ദിവസത്തിൽ തന്നെ ഒരു വോളിയത്തിൽ നമുക്കൊരു വർധനവ് കാണാൻ സാധിച്ചത്. RSI നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഓവർ ഹീറ്റഡ് ആയിട്ട് നിൽക്കുന്നു. 52 ഈ ഒരു RSI നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനലിസ്റ്റുമാരുടെ വ്യൂസ് പ്രകാരം 6 അനലിസ്റ്റ് ആണ് ഇപ്പോഴും ഈ ഒരു വിപണിയിലും ഒരു ബൈ റേറ്റിംഗ് വെച്ചിരിക്കുന്നത്. ബാക്കി 4 അനലിസ്റ്റ് ആണ് സെൽ റേറ്റിംഗ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിപണികളാണ് നമ്മൾക്ക് കുറച്ചും കൂടി ഡൗൺ സൈഡ് ആയിട്ടുള്ള ട്രാജക്ടറി ഫണ്ടമെന്റൽ സ്റ്റാൻസ് പറയുമ്പോൾ ഇപ്പോഴും അനലിസ്റ്റുമാരുടെ വ്യൂസ് ഇപ്പോഴും ന്യൂട്രൽ ഒരു ബൈ റേറ്റിംഗ് തന്നെ തുടരുന്നു. പക്ഷെ ഇനിയും ഡാറ്റാസ് ജെഫ്രീസ് ആവശ്യപ്പെടുന്നു തുടർച്ചയായിട്ടുള്ള സ്റ്റാൻസുകൾ വിലയിരുത്താനായിട്ട്. തുടർച്ചയായിട്ടുള്ള ഒരു ബൈ റേറ്റിംഗ് കൊടുത്ത വിപണിയെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ബൈ റേറ്റിംഗ് കൊടുത്ത വിപണി മണപ്പുറം ഫിനാൻസ് ആണ്. മണപ്പുറം ഫിനാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോത്തിലാൽ ഓസ്വാൾ ആണ് ഇത്തരം ഒരു ബൈ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. 205 ആണ് ഇത്തരം ഒരു ടാർഗറ്റ് വിലയായിട്ട് അവർ നൽകിയിരിക്കുന്നത്.